ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും തമ്മിലും കണ്ടൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ഫ്ലോപ്പ് കാർട്ട് അല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള പേര് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ അതിനെ കുറിച്ച് കുറ്റാണല്ലോ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ അവർക്ക് സുഖമായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും പണി കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. എന്താ നിങ്ങൾ ഇപ്പോൾ ഈ ഓൾറെഡി വീഡിയോയിലൊക്കെ കണ്ടായിരിക്കും നമ്മുടെ മീഡിയ ചാനൽസുകളും ന്യൂസ് ചാനൽസൊക്കെ ഇഷ്ടം പോലെ പണി കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ അവരെ ഇതിന് പറയുന്നത്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇത് നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല, ഒറിജിനൽ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഇനിയും ചെയ്യാം എന്ന് വെച്ചാൽ നല്ല ഒന്നാമത് യൂട്യൂബിന്റെ നല്ല സപ്പോർട്ടാണല്ലോ പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ രക്ഷയില്ല. അപ്പൊ ഞാൻ ഇതില് കറക്റ്റ് പേര് പറയുന്നില്ല, ഫ്ലോപ്പ് കാർട്ട് എന്നാണ് നമ്മൾ എന്തായാലും ഇതിനെ പ്രൊണൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് അവർ സ്ഥിരം കാണിക്കാറുള്ള ഉടായ്പൂരടി നമ്മുടെ ഈ സെയിൽസിലും കാണിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇഷ്ടം ആൾക്കാർ നിങ്ങൾ ട്വിറ്ററിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ എന്താ പറയുക, ഗൂഗിൾ പിക്സൽ 9 എന്താ പറയുക, അതുപോലെ തന്നെ നമ്മുടെ ഐഫോൺ 16 പ്രോനൊക്കെ വെച്ച് വൻ ഉടായ്പാണ് സാധനം. എന്ത് മാത്രമാണ് ഇത് ആദ്യം തല്ലേണ്ടത് ഈ ബോളിവുഡ് കൊറോണ വന്നിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഈ എന്താ പറയുക പിക്സലിന്റെയും അതുപോലെ തന്നെ ഐഫോണിന്റെ ഒക്കെ ഓഫർ വാങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പന്നമാരെ നോക്കി എനിക്ക് കിട്ടുക പോലും ഇല്ല. എന്നുവെച്ചാൽ 10 പൈസക്ക് സാധനം ഇല്ലാത്ത ഒരു എന്താ പറയുക, അവര് ഇത്രയും വലിയ ആൾക്കാരെ ഇത് നാട്ടുകാർ കാരണമാണല്ലോ. അവന്മാരോട് ഒരു 10 പൈസയുടെ ഒരു ഇതില്ലാത്ത സാധനങ്ങളാണല്ലോ. എന്ത് വാങ്ങാൻ ചെയ്തോളും കാശ് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനത്തെയാണ് എത്ര ആഡാന്നറിയോ ഫ്ലിപ്കാർട്ടിന്റെ സാധനം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരാളൊന്നുമല്ല, 5-10 പേരൊക്കെ ബോളിവുഡിലത്തെ ആൾക്കാർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കുറെ പേര് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഐഫോൺ 16 ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഫോൺ 16 പ്രോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി പ്ലസ് മെമ്പറും ബ്ലാക്ക് മെമ്പർഷിപ്പ് അവരുടെ അടുത്ത ഉടായ്പൂടെയാണ് ബ്ലാക്ക് മെമ്പർഷിപ്പ്. അതൊക്കെ എടുത്തുള്ളവർ തന്നെ ആ സെയിൽ സ്റ്റാർട്ട് ചെയ്ത 12 മണിക്ക് നോക്കിയപ്പോൾ തന്നെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായി. അതുവരെ ഉണ്ടാകുന്ന സ്റ്റോക്ക് സാധനം അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ ഒരു എന്താ പറയുക സ്റ്റോക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ കാലിയാവുന്നത് എന്ത് മാജിക്കാന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. അത് വേറെ കാര്യം. ഇത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് സ്റ്റോക്ക് കാണിക്കുകയായിരിക്കും, പക്ഷെ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഡെലിവറി എന്താ വെച്ചാൽ ആ പിൻകോഡിലേക്ക് ഡെലിവറി ഇല്ല. അതുവരെ ഇഷ്ടം പോലെ ഓർഡർ വരാനുള്ള പിൻകോഡാണ്. ഈ സമയത്ത് ഡെലിവറി ഇല്ല. എന്താ വെച്ചാൽ ഇതൊക്കെ വേറെ ഒരു സെയിം കോൺസെപ്റ്റ് വെച്ചാൽ അവർ കുറെ കാലമായിട്ട് നടക്കുന്നത്. അതായത് മാർക്കറ്റിംഗ് സ്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ മീഡിയയിലും ഇത്രയും കാലം സെയിൽ എന്താ പറയുക, ഫ്ലിപ്കാർട്ടിന്റെ സെയില്, ഫ്ലിപ്കാർട്ടിന്റെ സെയില്, അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ ഐഫോൺ 16 പ്രോ 69,000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ആഡും സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും മാർക്കറ്റിംഗ് ആ ഒരു സംഭവത്തോടെ അവർക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതൊരു മിക്കവാറും ഒരു 10 യൂണിറ്റോ അല്ലെങ്കിൽ 1005 പേർക്ക് യൂണിറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, അടുത്ത ദിവസം 50 സ്റ്റോക്ക് വന്നിട്ട് പ്രൈസ് കൂട്ടും. അതിനുള്ള ഉദ്ദേശമുള്ള പരിപാടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ഈ ഒരു 5 യൂണിറ്റിന് എത്ര പ്രൈസ് കുറച്ച് കൊടുത്താലും മാക്സിമം അവർക്ക് വേണമെങ്കിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വേണമെങ്കിൽ ചിലവായിട്ടുണ്ടാവും അതിൽ ആ ഇതില്. പക്ഷെ അവർക്ക് കിട്ടിയ മാർക്കറ്റിങ്ങിന്റെയോ അവർക്ക് 5 ലക്ഷം അല്ല 50 ലക്ഷം കൊടുത്താൽ പോലും കിട്ടാത്ത മാർക്കറ്റിംഗ് ആണ് ഈ ഒരു സംഭവം കാരണം കിട്ടിയത്. ഇത് കുറച്ച് കാലമായിട്ട് ഈ ഒരു ടൈപ്പ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത്രയും കാലമായിട്ട് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല. അപ്പോൾ അവർക്ക് സോൾവ് ചെയ്യണമെന്നില്ല എന്ന് അവർ അറിഞ്ഞിട്ട് ചെയ്യുന്നുള്ള പരിപാടി തന്നെയാണ് ഫ്ലിപ്കാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരം കംപ്ലൈന്റ് ഒന്നുമല്ല, നമ്മുടെ ഈ പ്രാവശ്യത്തെ വെറൈറ്റി എന്താ പറയാ സ്കാം ഒക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. അതിൽ ആയി തന്നെ ഞാനൊരു ട്വിറ്ററിൽ കണ്ടതാണ്. ഞാനത് പേജൊന്നും ഷെയർ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ എന്താ പറയാ കോപ്പി റൈറ്റിംഗ് ആണൊക്കെ വരും, പറയാൻ പറ്റില്ല മാരെയൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ റെയിൻ ഫീ, അതേപോലെ തന്നെ കാർഡ് ഓഫർ ഫീ, കോർപ്പറേറ്റ് കാർഡ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാരി ഫീസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്താൽ പോലും ഈ സംഭവം നമുക്ക് തിരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ തന്നെ അവർ ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ കോർപ്പറേറ്റ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് റെയിൻ ഫീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമസോണിലൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം. ഇപ്പോ ഇവരെ നമിക്കാൻ ധാരാളം അതൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നത്. അതുപോലെ തന്നെ വേറെ എന്താണ്, കുറെ പേര് പിക്സൽ 9 ഓർഡർ പേജിൽ പോയിട്ട് കാർട്ട് ആഡ് ചെയ്തു. കാർട്ടിലെത്തുമ്പോൾ അത് പിക്സൽ 9 വരെ വേറെ ഫോണാവും, വില കുറഞ്ഞ ഫോൺ ഏതെങ്കിലും ആവും. അതുപോലെ സാംസങ് S24 ആഡ് ചെയ്തു, കാർട്ടിലെത്തിയപ്പോൾ A സീരീസ് ഫോണായി. കുറെ പേരെന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നോക്കുകയാണല്ലോ, ഫാസ്റ്റ് ആയിട്ട് നോക്കുക പോലും ഇല്ല. കാർട്ടിലേക്ക് ആഡ് ചെയ്യും, അപ്പൊ തന്നെ പോയി പേയ്മെന്റ് ചെയ്യും. എന്നിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് കാർട്ടിൽ പോയി നമ്മുടെ ഓർഡർ സെക്ഷനിൽ പോയി നോക്കുമ്പോൾ അത് A സീരീസ് ഫോണായി. അങ്ങനെയൊക്കെയാണ് കുറെ പേർക്ക് A സീരീസ് ഫോൺ ഡെലിവർ ആയിട്ടുണ്ട്, അപ്പോഴാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ഓർഡർ പേജിൽ നോക്കുമ്പോൾ അത് A സീരീസ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓർഡർ ചെയ്ത് S24 എന്ന് പറയാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു വെറൈറ്റി സ്കാമാണ്. ഇപ്പൊ ഈ സ്കാം ഒക്കെ എന്താ പറയാ വല്ല കോളേജ് നടത്തുന്നുണ്ടാവോ ഈ ഫ്ലിപ്കാർട്ട്, അമ്മാരി സാധനങ്ങളൊക്കെയാണ് അമ്മമാര് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടാ. ഒരു രക്ഷയില്ല അമ്മമാരെ കൊണ്ട്. അപ്പൊ ചില്ലറ പരിപാടികളൊന്നും അല്ല കേട്ടോ, വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യത്തെ എന്തായാലും ഇതുപോലെ സെയിൽസിൽ ഓർഡർ ചെയ്തിട്ട് പണി കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. എന്താ വെച്ചാൽ
ഇതിപ്പോ ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവമാണല്ലോ. ഇത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ടോ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഇഷ്ടം പോലെ കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ എന്താ പറയാ ഐഫോൺ 16 Pro Pixel 9 S24 എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ചിലവായിട്ടില്ല. അത് ഇപ്പോഴും കാണിക്കുന്നുണ്ട് S24. പക്ഷേ Pixel 9 ഒക്കെ 1 മണിക്കൂറോ ഉണ്ടായിരുന്നുള്ളൂ. ഐഫോൺ പിന്നെ പറയും വേണ്ട. ഐഫോൺ 16 അത്യാവശ്യം ഉണ്ടായിരുന്നു. 16 Pro ഒന്നും ഒരു മണിക്കൂർ പോയിട്ട് 1 സെക്കൻഡ് പോലും ഉണ്ടായിരുന്നില്ല. ഓപ്പൺ ആയപ്പോഴേ അത് കാലിന്ന് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പിന്നിലൊക്കെ ഇത് പക്ക മാർക്കറ്റിംഗ് സ്കാമുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേരാന്നറിയോ, എന്താ പറയാ, പ്രൈം മിനിസ്റ്ററൊക്കെ ടാഗ് ചെയ്തിട്ട് ട്വിറ്ററിൽ ഇതൊക്കെയാണ്. കുറെ പേർക്ക് ക്യാഷും റീഫണ്ട് കിട്ടുന്നില്ല. കുറെ പേർക്ക് ഇത് ഒന്നാമത് വരെ സെർവർ ഡൗൺ ഒക്കെ ആവും ഈ സമയത്ത്. കഴിഞ്ഞ കൊല്ലം എല്ലാ കൊല്ലമുള്ള പരിപാടിയാണ്. പേയ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ സെർവർ ഡൗൺ ആയിരിക്കും, പേയ്മെന്റ് ടെക്നിക്കൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. കുറെ പേര് കാശ് പോയിട്ട് കാശും റീഫണ്ട് കിട്ടിയിട്ടില്ല. അതുപോലെ കുറെ പേർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Pixel 9 ഓർഡർ ചെയ്യാനല്ല, Pixel 9 അല്ല, ഏതൊരു 49 റുപ്പീസിന് ഏതൊരു ഫോൺ, എനിക്ക് തോന്നുന്നു പ്രൈസ് കൂടിയിട്ട് Pixel 9 ഉണ്ട്, 45 ഒക്കെ ആയല്ലോ. അത് ഓർഡർ ചെയ്ത് നോക്കിയിട്ട് ഓർഡർ എന്താ പറയുക പെൻഡിങ് ആയി, ക്യാഷ് പോയി, ഓർഡർ പിന്നെ അൺസക്സസ്ഫുൾ എന്ന് കാണിച്ചു, പക്ഷേ ക്യാഷ് റീഫണ്ട് കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് 2-3 ദിവസം കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കാണിച്ചപ്പോൾ 8000 രൂപയാണ് റീഫണ്ട് വന്നു, ബാക്കിയൊന്നും വന്നിട്ടില്ല. എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് കുറേ ഉടായ്പകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നവർ ഒന്ന് സൂക്ഷിച്ച് വാങ്ങിക്കാൻ മറക്കണ്ട. പ്രത്യേകിച്ച് സെയിൽസ് ടൈമിലാണ് ഇത് മെയിൻ ഇഷ്യൂ വരുന്നത്. ഞാൻ ഈ സെയിൽസ് ടൈമിലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സെയിൽസിന് മുമ്പാണ് ആക്ച്വലി ഈ ഒരു മോട്ടോറോള ലാപ്ടോപ്പ് വാങ്ങിച്ചത്. അതും മോട്ടോറോളയുടെ ഒഫീഷ്യൽ സെല്ലിംഗ് ആണ് ഫ്ലിപ്കാർട്ട്. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാനൊരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കില്ല. എനിക്ക് ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനമാണല്ലോ. എനിക്കും പണി കിട്ടിയിട്ടുണ്ട് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ വാങ്ങിക്കേണ്ടതായത്. അതുകൊണ്ട് ചുമ്മാ വെറുതെ തള്ളി പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി 2-3 വട്ടം അതും ചെറിയ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ പിന്നാലെ കുറെ നടന്നിട്ടാണ് അത് റീഫണ്ട് കിട്ടിയത്. പറയുമ്പോൾ 2000 രൂപയുടെ പ്രൊഡക്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ചുമ്മാ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ചുമ്മാ പിടിച്ച് പറിച്ച് വാങ്ങിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ വാക്ക് തന്നെ പറയണവന്മാർ. എന്ന് വെച്ചാൽ അത്ര അധികം ചാർജുകളാണ് അവന്മാർ ഒരേ ഓർഡറിന്മേൽ ചാർജ് ചെയ്യുന്നത്. അത് ആരും നോക്കുന്നില്ല. അത് ഡെലിവറി ചാർജ്, കാർഡ് ഓഫർ ചാർജ്, കോർപ്പറേറ്റ് ഫീ ചാർജ്, റെയിൻ ഫീ, അത് ഞാൻ ആദ്യമായിട്ട് കാണേട്ടാ. റെയിൻ ഫീ ചാർജ്, മഴ പെയ്യുന്നതിനൊക്കെ എന്തിനാ അവർക്ക് ചാർജ് ആവും. പിന്നെന്താ ഇനിയുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ചാർജുകളുടെ കാര്യം നോക്കിയാൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പേജ് എഴുതിയെടുക്കേണ്ടി വരും, അത്ര അധികം ചാർജുകളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉടായ്പൊന്നും ആമസോൺ കാണിക്കുന്നില്ല. അന്യായ ഓഫറോ സംഭവമൊന്നും ആമസോൺ കാണിക്കുന്നില്ല. ഉള്ള സാധനം തന്നെ അവർ കാണിക്കുന്നുള്ളൂ. അത് സ്റ്റോക്കും ഉണ്ടാവും കഴിയണവരെ. ഇപ്പോൾ പോലും S24 Ultraന്റെ സ്റ്റോക്ക് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അവർ കാണിച്ച പ്രൈസിന് 2000 കൊണ്ട് കൂടുന്നുണ്ട്. അത് ഈ മാരെ കണ്ടിട്ട് എടുത്തേക്കുന്ന പരിപാടി എത്ര കാലം ഉണ്ടാകുന്നില്ല പരിപാടി. എന്നുവെച്ചാൽ ആരൊക്കെ ലാഭം ഉണ്ടാക്കണം. ഇപ്പോൾ ഐഫോണിന്റെ പോലെയാണ്. അവന്മാരാണല്ലോ ഈ ഓരോന്ന് പെട്ടിന്ന് എടുത്ത് അടുത്ത കൊല്ലം ഇപ്പോൾ കേബിളും ഇല്ല എന്നാണ് കേട്ടത്. അപ്പോൾ എടുത്തു കളയുമ്പോൾ സാംസങ്ങും ഗൂഗിളൊക്കെ അത് വെച്ചാൽ അവർക്ക് ലാഭമാണല്ലോ, കമ്പനിക്ക് ലാഭമാണല്ലോ, അവരുടെ ഒരു ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഉടായ്പ സാധനങ്ങൾ ഇങ്ങനത്തെ ഓരോ ഉടായ്പ സാധനങ്ങൾ കൊണ്ടുവരും, അത് ഫോളോ ചെയ്യും ബാക്കിയുള്ളവർ. അപ്പോൾ അത് അങ്ങനെ വന്നേക്കുന്നത് ആമസോൺ. അതുവരെ ആമസോണിൽ ഒരു ഉറപ്പുണ്ടാകുന്നില്ല. ആ സെയിൽസ് കഴിഞ്ഞ വരെ ഫുൾ ആ പ്രൈസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ അവന്മാർ 2000 രൂപ കൂട്ടി, പിന്നെ ഡെയിലി കൂട്ടുന്നില്ല എന്ന് മാത്രം ഭാഗ്യത്തിന്. പക്ഷെ സ്റ്റോക്ക് ഉണ്ട്, വാങ്ങിക്കുന്നവർക്ക് സ്റ്റോക്ക് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് സ്റ്റോക്ക്. പറയണ സാധനം അവിടെ ഉണ്ടായിരിക്കും. ഇവരന്മാരെ പോലെയല്ല, വെറുതെ ഉടായ്പന്റെ ആശാന്മാരുണ്ടോ. നിങ്ങളൊക്കെ ആരെങ്കിലും ഇതുപോലെ ഈ സെയിൽസിൽ ഇതുപോലെ വേറെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സ്കാം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്കിതൊന്നും ഈ വീഡിയോ ഇടണം എന്ന് തോന്നിയെന്ന് വെച്ചാൽ ഇതിന്റെ വീഡിയോ ഇഷ്ടം പോലെ എല്ലാവർക്കും ഇട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറെ പേര് അനുഭവിച്ചിട്ടുണ്ട്, കുറെ പേര് അനുഭവിക്കാനും ഇട്ടുണ്ട്. അപ്പോൾ കോമൺ വീഡിയോ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്തെന്ന് മാത്രം. എന്താ വെച്ചാൽ ഇവർക്കെതിരെ ഒന്നും നടക്കുന്നില്ല. ഇത്രയും വലിയ ഒരു ബ്രാൻഡ് സ്കാമും ഫ്രോഡും കാണിച്ചിട്ട് ഇത്രയും കാലമായിട്ട് കാണിച്ചിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. പരസ്യമായിട്ട് നടന്മാർ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് എടുക്കണം എന്ന് തോന്നി, എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണം. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.